ചോദിക്കുന്നത് എങ്ങനെ അവിടുത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും? കിന്തോഷ്ടുമരിഹതി സമേ ഹരിരുഗ്രജാതേ. ഹേ ഭഗവാനെ, എങ്ങനെ പറ്റും ഈ ഉള്ളവന് അവിടുത്തെ സന്തോഷിപ്പിക്കാൻ? അവിടുന്ന് ആരാ വാസ്തവം? സർവേശ്വരനാണ്. സിംഹാവതാരം തന്നെ എല്ലാവരുടെ വാക്കും സത്യാക്കാനാണ്. സത്യം വിധാതുന്നിജ ഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യത്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. മനുഷ്യനും മൃഗവുമല്ലാതെ കണ്ട് നൃസിംഹമായിട്ടാണ് ബ്രഹ്മാവിൻ്റെ വാക്ക് സത്യാക്കണം, ശ്രീനാഥ മഹർഷിയുടെ വാക്ക് സത്യാക്കണം, ഹിരണ്യകശിപുവിൻ്റെ വാക്ക് സത്യാക്കണം, പ്രഹ്ലാദൻ്റെ വാക്ക് സത്യാക്കണം, കശ്യപൻ്റെ വാക്ക് ഒക്കെ സത്യാക്കണം. കശ്യപൻ പറഞ്ഞത് തന്നെ ദിതിയോട് പറഞ്ഞത്, എൻ്റെ പൗത്രൻ സ വൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാം മഹിഷ്ടാന്ന് കശ്യപൻ പറഞ്ഞ. എൻ്റെ ഒരു പുത്രൻ്റെ പുത്രനായിട്ട് മഹാഭാഗവതനായൊരു പൗത്രൻ നിനക്ക് ഉണ്ടാവട്ടെ എന്നാണ്. നമ്മുടെ ഭാരതം ഒരാൾക്കേ മഹാൻ പദവി കൊടുത്തിട്ടുള്ളൂ, ഒരാൾക്കേ വാസ്തവം കൊടുത്തുള്ളൂ. എങ്കിൽ ഭാഗവതം 5 മഹാൻ പദവിയാണ്. സ വൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാം മഹിഷ്ഠ. ഇങ്ങനൊരു ഭക്തൻ പ്രഹ്ലാദനെ പോലെ വേറെ ഇല്ല. അത് മുത്തച്ഛൻ്റെ അനുഗ്രഹം, എല്ലാവരും അനുഗ്രഹം നേടിയ ആളാണ്. അപ്പോൾ ആ പ്രഹ്ലാദൻ ഇവിടെ ആണെങ്കിൽ ഭഗവാന്റെ ആ നൃസിംഹരൂപത്തെ കണ്ട് ആരും അടുത്തേക്ക് വന്നിട്ട് പോലുമില്ല. നാദി ദൂരചരാ പൃഥക്. അറിവുള്ള ആൾക്കാർ പോലും, ബ്രഹ്മദേവനും മഹാദേവൻ പോലും, ബ്രഹ്മദേവ സ്വതേ 2 സ്തുതി പതിവുണ്ട്. ഗർഭസ്തുതിയും പതിവുണ്ട്, അവതാരസ്തുതിയും. സരസ്വതി വല്ലഭനാണ് താനും. അങ്ങനെയൊക്കെയാണെങ്കിലും തൂണിന് ഗർഭമുണ്ടായ എപ്പോഴാന്ന് അറിഞ്ഞില്ല. ഭഗവാന്റെ മഹിമ വാസ്തവം ആർക്കും അറിയുന്നതല്ല. കുറച്ചൊക്കെ അറിഞ്ഞാലായിന്നേ ഉള്ളൂ, ശരിക്കും ആർക്കും മനസ്സിലാവണമെന്നല്ല. ബ്രഹ്മദേവൻ 2 കൂട്ടി വന്നിട്ടാണ് ഒരു ശ്ലോകം ചൊല്ലി ശ്രീഹരിയെ നോക്കിയപ്പം അടുത്ത ചാട്ടം തൻ്റെ നേരെയാവുമെന്ന് സംശയിച്ച് ബ്രഹ്മദേവൻ പോയി. പിന്നെ വിദ്യാകാമസ്തു ഗിരീശം. വിദ്യ വേണ്ട ആള് ശ്രീപരമേശ്വരനെ സേവിക്കേണ്ടത്. മഹാദേവൻ വന്നിട്ട് പോലും മഹാദേവൻ സ്തുതിച്ചു, കോപകാലോ യുഗന്ധസ്തേ ഹതോയമസുരോൽപക തത്സുതം പാഹി ഉപസൃതം ഭക്തന്തേ ഭക്തവത്സല. ഹേ ഗുരുവായൂരപ്പ, തത്സുതം പാഹി, ആ ഉണ്ണിയെ രക്ഷിക്കുന്ന ഭഗവാന്റെ ഭാവം എനിക്കറിയില്ല എന്ന് ഇതിവിടെ ഒന്ന് പറയണോ? ആരും വാസ്തവം അടുത്തേക്ക് വരാത്ത സന്ദർഭത്തിൽ വൈകുണ്ഠ കാവക്കാർ പോലും വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ അവതാരം വളരെ കേമായി. അടുത്തേക്ക് വരാൻ പറ്റിയില്ല. ഇത് എത്രയൊക്കെ കോപിച്ചാലും പത്നി വന്നാൽ കോപം പോകും ധരിച്ചിട്ടാണ്. അതും ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് കോപിച്ചൊരു രൂപം ഇതേവരെ കണ്ടിട്ടില്ല എന്ന്. ഭഗവാൻ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് കോപിപ്പിക്കാറുണ്ട്. ഭഗവാന്റെ കോപിച്ച ഭാവം രുക്മിണിയെ ഭഗവാൻ കോപിപ്പിച്ചിട്ടുണ്ട്. കോപിക്കാൻ വയ്യെങ്കിലും ഭഗവാൻ കോപിപ്പിച്ചു. ദശമസ്കന്ധം 60-ാം അധ്യായത്തിൽ ഗോപികളും ഭഗവാൻ കോപിച്ചു. എന്നിട്ടാണ് ഭ്രമരഗീതമൊക്കെ അവിടെയാണ് കാണിച്ചത്. അപ്പം ലക്ഷ്മിക്കൊരു മോഹം ഉണ്ടായിരുന്നു, അവിടുത്തെ ആ കോപിച്ച ഭാവം കാണുന്നേ. എപ്പോഴും ഭഗവാന് സവിലാസഹാസം പറഞ്ഞൊരു പുഞ്ചിരിയ. ഭഗവാൻ അവസരം വന്നാൽ കാണിച്ചു തരാമെന്ന് കാണിച്ചു. ഇവിടെ ബ്രഹ്മദേവൻ വൈകുണ്ഠത്തിൽ പോയി പറഞ്ഞു, ലക്ഷ്മിയോട് പറഞ്ഞു, ഭർത്താവ് കോപിച്ചിരിക്കുകയാണ്, ഒന്നും പോയി സമാധാനിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അതും ബ്രഹ്മദേവനും പിന്നാലെ ലക്ഷ്മിയായിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ലക്ഷ്മി മുന്നിലായി, ബ്രഹ്മദേവൻ പിന്നിലായി. പോയിക്കോളൂ പോയി ഭഗവാന്റെ തിരുമുഖത്തേക്ക് അങ്ങോട്ട് നോക്കലും സാഹോപേയായ സംഗീത.
ഇങ്ങനൊരു വേഷം ഇതേവരെ കണ്ടിട്ടില്ല എന്ന ഭാവത്തില ഭഗവാൻ ഏകാദശസ്കന്ധം പറയാൻ പോകുന്നുണ്ട്. ന തഥാ മേ പ്രിയതമ ആത്മയോനിർന്ന ശങ്കര നരസങ്കരിഷ്ണു ന സ്ത്രീയർന്നൈവാത്മാച യഥാ ഭവാൻ ഉദ്ധവനോട് ഏറ്റവും ഇഷ്ടം ഭക്തനാണ് എന്ന് പറഞ്ഞ ബുദ്ധവൻ ചോദിക്കുന്നുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ ആരാണ്? ബ്രഹ്മദേവനാവും ഇല്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മദേവന് ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. എന്നാൽ പേരക്കുട്ടിയാവുന്ന മഹാദേവനെ ആവും അല്ലേ? മഹാദേവനെയും ഇഷ്ടമാണ്. ഭഗവാൻ എന്തുണ്ടായാലും എന്ത് കിട്ടിയാലും രാമേട്ടനാണ് കൊടുക്കുക. ഏറ്റവും ഇഷ്ടം രാമേട്ടനാവും അല്ലേ? രാമേട്ടനെയും ഇഷ്ടമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും ഇഷ്ടമെന്നൊന്നും ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങയാണ് എനിക്ക് ഏറ്റവും അത് കാണിച്ച അവതാരമാണ് നൃസിംഹാവതാരം. ലക്ഷ്മി പോലും പരാജയപ്പെട്ടു പോയെങ്കിൽ ബ്രഹ്മദേവൻ പ്രഹ്ലാദനെ കെട്ടഴിച്ചു, ഉണ്ണി പോയി സ്തുതിക്കൂന്ന. അങ്ങനെ പ്രഹ്ലാദൻ നമസ്കരിച്ച് ശ്രീഹരിയുടെ പാദങ്ങൾ പോയി പിടിച്ചുന്ന. അതും ബ്രഹ്മദേവൻ്റെ വാക്ക് കേട്ട് ഉപേത്യ ഭുവികായേന നനാമ വിധൃതാഞ്ജലി. ശ്രീഹരിയുടെ പാദത്തിലാണ് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പം തൻ്റെ പാദത്തിൽ ആരാ നമസ്കരിക്കുന്നതെന്ന ഭാവത്തിലാണ് എല്ലാവരും ഭഗവാന്റെ തിരുമുഖത്തേക്കാണ് നോക്കിയത്. പാദത്തിന് യാതൊരു മാറ്റവുമില്ല, മുഖത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ആ പാദത്തെ നമസ്കരിച്ച് പ്രഹ്ലാദനെ ഭഗവാൻ അടിയെടുത്ത് തൻ്റെ മടിയിലാണ് വെച്ചിട്ടാണ് കാലാഹി വിത്രസ്തധിയാം കൃതാഭയം, അഭയമാകുന്ന കൈകളാണ് പ്രഹ്ലാദൻ്റെ ശിരസ്സിൽ. ഇനി പ്രഹ്ലാദന് ഭയപ്പെടാനില്ല, അഭയം കൊടുക്ക കഴിഞ്ഞു എന്നാ. ഈ ഭയമില്ലാത്ത അവസ്ഥയാണ് വേണ്ടത്. വാസ്തവം ഏതൊരാൾക്കും ഉള്ളത് വാസ്തവം ഭയമാണ് ഇല്ലേ? ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഭയമില്ലാത്ത ആരും പ്രഹ്ലാദനെ പേടിക്കാനില്ല. അഭയമാകുന്ന കൈകൾ പ്രഹ്ലാദൻ്റെ ശിരസ്സിലാണ് വെച്ചു. പ്രഹ്ലാദൻ്റെ ശിരസ്സിലേക്ക് ഭഗവാന്റെ അശ്രുക്കൾ, തീപ്പൊരി പാറിയ കണ്ണിൽ നിന്നും അശ്രുക്കളാണ് പ്രഹ്ലാദൻ്റെ ശിരസ്സിലേക്ക്. പ്രഹ്ലാദൻ ശ്രീഹരിയെ ഭക്തിയോടുകൂടി സ്തുതിച്ചു. ഹേ ഭഗവാനെ, ബ്രഹ്മാദയ സുരഗണാമുനയോധസിദ്ധ സത്വൈകതാരമതയോ വജസംപ്രവാഹൈ നാരാധിതുംബുരുഗുണൈരധുനാഭിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. ഹേ ഗുരുവായൂരപ്പ, എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും? അറിവുള്ള ആൾക്കാരൊക്കെയാണ് ബ്രഹ്മാദയ സുരഗണ മുനയോദസിദ്ധ. അവരൊക്കെ സ്തുതിച്ചിട്ട് പോലും സമാധാനാവട്ടെ ശ്രീഹരിയെ. ഈ ഉള്ളവൻ എങ്ങനെ പറ്റും? ഈ ഉള്ളവനാണെങ്കിൽ അസുരകുലത്തിൽ ജനിച്ചാണ്, നല്ല തമോ ഗുണത്തിലാണ്. നമ്മളൊക്കെ ഏത് ഗുണത്തിലാണ്? ഇപ്പം നിർഗുണത്തിലാണ്. എല്ലാവരും നിർഗുണമാണ്. നമ്മൾ ഭക്ഷണം, സംസാരം, വസ്ത്രധാരണം ഒക്കെ നോക്കണം. തമോ ഗുണാണോ, രജോ ഗുണാണോ, സത്വഗുണാണോ? നിർഗുണം ആർക്കും ഉണ്ടായിക്കോളണമെന്നില്ല. എങ്കിലും ഇവിടെ നിർഗുണമാണ്. ഭഗവത് സന്നിധി നിർഗുണമാണ്. എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും? എന്നാൽ പ്രഹ്ലാദൻ്റെ അഭിപ്രായം പറ്റുന്ന. ഭഗവാൻ ഇതൊന്നുമല്ല നോക്കുക. ഭഗവാൻ ആകെ നോക്കുക മന്യേ ധനാഭിജന രൂപതപശ്രുതൗജസ്തേജ പ്രഭാവബല പൗരുഷബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുദോഷ ഭഗവാൻ ഗജയൂഥവായ. തൻ്റെ ഗുരുനാഥനായിട്ട് പ്രഹ്ലാദൻ പോലും പറയുന്നത് ഗജയൂഥവായ. നാളെ വായിക്കാൻ പോണ ഭാഗമാണ് ഗജേന്ദ്രമോക്ഷം. എന്ത് ഗുണവാസ്തവം ആനയ്ക്കുള്ളത്? സൗന്ദര്യമുണ്ടോ? വിദ്യയുണ്ടോ? ഇതൊക്കെയല്ലേ ഭഗവാനെത്തി നമ്മളെ കൊണ്ടുചെല്ലിയ വാസ്തവം. ഇതൊന്നും കൊണ്ട് ഗുരുവായൂർക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല. ധനം അധികമുണ്ട്, അല്ലെങ്കിൽ പൗരുഷുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്, വേദം പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിന് കാരണമാവും എങ്ങനെ ഭക്തിയും കൂടി ഉണ്ടെങ്കിൽ.
അല്ലെങ്കിൽ ഒന്നും കാരണാവില്ല. ഭക്തി കൊണ്ടേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞ സുധാമാവിനോട് ഭക്തി ഉണ്ടെങ്കിൽ തന്നേക്കൂ. അവർക്ക് ദ്വാരകയിൽ പോയിട്ട് അതേമാർ പറഞ്ഞത് കൊടുക്കണം എന്നാണ് ഭഗവാന്റെ വാക്ക്. ഭക്തി ഉണ്ടെങ്കിൽ തന്നേക്കുന്നു. ഭക്തി ആരാ നോക്കാൻ? ഭഗവാനല്ലേ നോക്കാൻ. അത് കൊടുക്കണ്ടായില്ല. തട്ടിപ്പറിക്കുകയാണ് വാസ്തവം. അപ്പം ഭക്തി കൊണ്ടേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. ഈ ഭക്തിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. എത്രയൊക്കെ ഉയർന്ന കുലത്തിൽ ജനിച്ച ആളാണെങ്കിലും വിപ്രാദ്വിഷഡ്ഗുണയുതാതരവിന്ദനാഭപാദാരവിന്ദവിമുഖാൽ സ്വപജം വരിഷ്ഠം മന്യേ മനോവചനേ ഹിതാർത്ഥം പ്രാണം പുനാദി സ്വകുലം നതു ഭൂരിമാന. ഒരു ഉയർന്ന ആള് 12 ഗുണങ്ങളും തികഞ്ഞ ബ്രാഹ്മണനാണെങ്കിലും, ഗുണങ്ങളിപ്പോൾ വായിച്ചു വെച്ചു സപ്തമസ്കന്ധം 11-ാം അധ്യായത്തിൽ ഇതൊക്കെ ഗുണങ്ങളൊക്കെ തികഞ്ഞ ബ്രാഹ്മണനാണെങ്കിലും ഭക്തി ഇല്ലെങ്കിൽ ശോഭജം വരിഷ്ഠം. ശോഭജനാണ് മേലേന. ശോഭജൻ എന്ന് വെച്ചാൽ ശ്വാവിൽ വെച്ച് കഴിക്കുന്ന ആൾ. ഈ ഭക്തി ഇല്ലാത്ത ബ്രാഹ്മണനേക്കാളും ശ്രേഷ്ഠനാണ് ഭക്തിയുള്ള ശോഭജൻ. ആ ബ്രാഹ്മണരെ താഴെയും ധരിക്കരുത്. ബ്രാഹ്മണ കർമ്മത്തിൻ്റെ ഉദ്ദേശം ഭക്തിയാണ്. എന്തോ കർമ്മം ചെയ്യണ്ടോ, യാഗായാലും യോഗ ആയാലും തപസ്സായാലും സന്ധ്യാവന്ദനായാലും പൂജയായാലും വേദജപമായാലും എല്ലാ കർമ്മത്തിൻ്റെയും ഉദ്ദേശം ദാനവ്രതതപോഹോമജപസ്വാധ്യായ സംയമയ്യ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈ കൃഷ്ണേ ഭക്തിരിഹി സാധ്യതേ. കർമ്മത്തിൻ്റെ ഒക്കെ ഉദ്ദേശം ഇപ്പം ദാനം ചെയ്യുകയാണെങ്കിൽ പ്രീതോ ഭവതു മേ ഹരി. എൻ്റെ കർമ്മത്തിൽ ശ്രീഹരി സന്തോഷിക്കണേന്നാണ്. പൂജ ആയാലും പൂജയുടെ അവസാനത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുകയാണ്. ധാര കഴിക്കുകയാണെങ്കിൽ പോലും ധാരയുടെ അവസാനം, വേദം ജപിക്കുകയാണെങ്കിലും എല്ലാ കർമ്മത്തിൻ്റെയും അവസാനം ഭഗവത് സ്മരണയാണ്. അതുകൊണ്ട് കർമ്മം ശുദ്ധാവണം. അപ്പം ഭക്തി ഇല്ലാത്ത ബ്രാഹ്മണനാണെങ്കിൽ അവൻ്റെ കുലത്തെയും ദുഷിപ്പിക്കുക ചെയ്യുക. ഭക്തിയുള്ള ശോഭജനാണെങ്കിലോ അവനെയും അവൻ്റെ കുലത്തെയും ശുദ്ധീകരിക്കും. അപ്പോൾ ഭക്തിയാണ് പ്രധാനമായിട്ട്, ഏറ്റവും പ്രധാനമായിട്ട് നേടേണ്ടത്. പ്രഥമസ്കന്ധം 2-ാം അധ്യായം ഓർപ്പിച്ചു വെച്ചതാണ്. പ്രധാനമായിട്ട് വേണ്ട ഭക്തിയാണ്. ഈ ഭക്തി എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ പ്രഹ്ലാദൻ പറയുന്നത് നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണോ മാനഞ്ജനാദ വിദുഷ കരുണോ വൃണീതേ യദ്യജ്ഞനോ ഭഗവതേ വിദധീതമാനം വച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. മുഖത്തിൻ്റെ ശ്രീ കാണാറുണ്ടോ? മുഖത്തിൻ്റെ സൗന്ദര്യം കാണാറുണ്ടോ? ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക അല്ലേ? ആ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തിലെ നെറ്റിയിൽ ഒരു ഗോപി തൊട്ടാൽ ഇവിടെ ഉണ്ടാവുമോ? എന്നാൽ ഇവിടെ തൊട്ടാലോ അവിടെ ഉണ്ടാവും അല്ലേ? അപ്പം ബിംബത്തിൽ ചാർത്തിയാൽ പ്രതിബിംബത്തിൽ ശോഭിക്കും. നമ്മളൊക്കെ ഗുരുവായൂരപ്പൻ്റെ പ്രതിബിംബമാണ്. അപ്പോൾ വിളക്ക് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിളക്ക് വെച്ചാൽ നമ്മളുടെ അജ്ഞാനം അന്ധകാരം ഇല്ലാതായിട്ടും അവിടെ നിവേദ്യം കഴിച്ചാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ. നമ്മളെ മുന്നിലല്ല വിളക്ക് കത്തിക്കേണ്ടത്, ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്. 1 ലക്ഷം ദീപല്ലേ ഇത്. വളരെ പ്രധാനമായ ദിവസമാണ് വാസ്തവം. അപ്പം ഇതൊക്കെ ഭഗവാന്റെ മുന്നിലാണ് ഈ വിളക്ക് മുഴുവൻ വെക്കുന്നത്. ആ ഭഗവാൻ സന്തോഷിച്ചാൽ നമ്മളെ ഉള്ളിലുള്ള അജ്ഞാനം അന്ധകാരാണ് പോവും അല്ലേ? നമ്മൾ ഉള്ള ശുദ്ധാവാൻ ഈ ഇരുട്ട് വന്ന് കൂടി നിൽക്കുകയാണ്. അത് അട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെ അട്ടിയായിട്ട്? അസരീന്ദ്രിയതരിഷണായേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമ പ്രഭോന്ന് കപിലവാസുദേവനോട് അമ്മ പറഞ്ഞു, ഉണ്ണി വാസുദേവ, അമ്മ കുടുങ്ങിപ്പോയിട്ടോന്ന്. അമ്മ വീണുപോയി. എവിടെ അമ്മയെ വീണത്? അന്ധം തമ പ്രഭോ, കൂരാകൂരി ഇരുട്ടിലാണ്. എങ്ങനെയാ വീണതെന്ന് ചോദിച്ചാൽ അസതിന്ദ്രിയതരിഷണാൽ
ഇന്ദ്രിയങ്ങളൊക്കെ അസത്തുക്കളാവുകൊണ്ട് അവരുടെ തരിഷണം കൊണ്ട് ഇന്ദ്രിയങ്ങൾ അസത്താണോ സത്താണോ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇന്ദ്രിയങ്ങൾ അസത്താണോ സത്താണോ? ഇതറിയാനാ ഇടയ്ക്കിടയ്ക്ക് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നാവ് അങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ലല്ലേ? നാവിന് കേൾക്കില്ല നല്ല നിർബന്ധമുണ്ട്. നാവിനെ കേൾപ്പിക്കണം. നാവേ നീ അതും ഇതും പറയാതെ കണ്ട് നിനക്ക് എന്തെങ്കിലും പറയല്ലേ വേണ്ടത്? നീ പറയേണ്ടത് ജിഹ്വേ ശ്രീരാമമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. ജന്മം സഫലമാവാൻ ചെയ്യേണ്ടത് ഇടയ്ക്ക് നാവിനോട് പറയാ, നാവേ നീ നാമം ജപിക്കാന്ന്. കണ്ണുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റുണ്ടോ? കാണാനാണ് മുമ്പിൽ പോണതെങ്കിലും മുമ്പിലെത്തിയാൽ കണ്ണ് അടയാണ്. കാതുകൊണ്ട് ഭാഗവതം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന ആൾക്കാർ രാധേശ്യാം എല്ലാവരും കേൾക്കുന്നില്ല, എല്ലാവരും കയ്യും പൊങ്ങിയിട്ടില്ല അല്ലേ? അപ്പം ഇത് തന്നത് ഈ ഒരു രംഗം മലയൂരിനെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു രംഗം ഗണപതിയാണ് ഒരുക്കി തന്നത് അല്ലേ? ആരാ ഗണപതി? ഗുരുവായൂരപ്പൻ തന്നെയാണ്. നമ്മളിങ്ങനെ ഒരു രംഗത്തെ ഭഗവാൻ ഒരുക്കി തന്നു. അപ്പം അത് ഭഗവാൻ സന്തോഷിക്കണം. നമ്മളെ കർമ്മങ്ങളെ കൊണ്ടും ഭഗവാൻ സന്തോഷിക്കണം. വാസ്തവം ചെയ്യേണ്ട അതാണ്. ചോദിച്ചു പ്രഹ്ലാദ, നിൻ്റെ അച്ഛനെ ഞാൻ വധിച്ചു, നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്താ പറയേണ്ടത്? ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? തന്നെ ദ്രോഹിച്ച അച്ഛനെ കൊന്നത് നന്നായി എന്നാണ് പറയേണ്ടതെങ്കിലും അച്ഛനെ കൊന്നത് നന്നായി എന്ന് പറയാൻ പറ്റുമോ? അവിടെയും ഇവിടെയും തൊടാതെ എൻ്റെ പ്രഹ്ലാദൻ പറഞ്ഞ് ചിലപ്പോൾ ഗുരുവായൂരപ്പ ആൾക്കാരെ വഴിയിൽ കൂടി പോകുമ്പം ദുഷ്ടജന്തുക്കളെ കണ്ടാൽ, പാമ്പുകളെ കണ്ടാൽ സജ്ജനങ്ങളെ പേടിച്ച് നിൽക്കും. ചില ആൾക്കാർ ആ പാമ്പിനെ കൊന്നാൽ സജ്ജനങ്ങൾ നന്നായി എന്നും പറയാറില്ല, ചീത്തയായി എന്നും പറയാറില്ല, രണ്ടും പറയാറില്ല എന്ന്. നന്നായി എന്നാണ് പറയണ്ടെങ്കിലും അച്ഛനെ കൊന്ന് നന്നായി എന്ന് പറയാൻ പ്രഹ്ലാദ ഇവരൊക്കെ പേടിച്ചു പോയി എന്നാ. നിനക്ക് പേടിയൊന്നുമില്ല. ഭഗവാനെ എനിക്ക് പേടിയില്ല. നാഹം ബിഭേമ്യജിത തേതി ഭയാനകസ്യ ജിഹ്വാർക്ക നേത്ര ഭൃഗുടീരഭസോഗ്രദംഷ്ട്രാൽ ആന്ധ്രസ്രജ ക്ഷതജ കേസര ശംഖുകർണാൽ നിർഹാത ഭീതതികിഭാതജിഭിന്ന ഖഗ്രാൽ. അവിടുത്തെ ഈ രൂപത്തുനിന്നോ അവിടുത്തെ കൈകളിൽ നിന്നുള്ള നഖങ്ങളെ കൊണ്ടോ ഇല്ല അവിടുത്തെ ആ ക്രൂരമായുള്ള മൃഗത്തിൻ്റെ മുഖം ഒന്നും കണ്ട് ഞാൻ പേടിക്കുന്നില്ല. ഒന്നും എനിക്ക് പേടിയില്ല. പേടിയില്ലാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നൃസിംഹപാദത്തെ സ്മരിക്കുകയാണ് വാസ്തവം. പേടിയില്ലാതിരിക്കാൻ ചെയ്യേണ്ടത് രൂപം നൃസിംഹ വിഭയായ ജനാസ്മരന്തി. ഭയം ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയ മാർഗമാണ് നൃസിംഹമൂർത്തിയെ സ്മരിക്കുക. ഭഗവാന്റെ സ്വരൂപത്തിൽ സ്മരിച്ചാൽ മതി. എന്നാൽ പേടിയില്ലെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. ഇതൊന്നല്ല പേടി. വാസ്തവം പേടിയുള്ളത് ഞാൻ ഭയപ്പെടുന്നത് ത്രസ്തോസ്മ്യഹം കൃപണവത്സലദുസ്സഹോഗ്രസംസാരക്രകജനാത് ഗ്രസതാം പ്രണീത ബദ്ധസ്വകർമ്മഭിരുഷത്തമതേ ഘ്രിമൂലം പ്രീതോപവർഗശരണം ഹോയസേ കഥാനു. ഭയം എവിടുന്നാന്ന് ചോദിച്ചാൽ ഈ സംസാരത്തുനിന്നാണ് എനിക്ക് ഭയം. ഇത് എവിടെ നോക്കിയാലും ഒരു വ്യസനം ഭവാഭ്യം. ധ്രുവൻ പറഞ്ഞ വാസ്തവം ഈ സംസാരം എവിടെ നോക്കിയാലും വിഷമാണ്. അതും അതിയായ വിഷമമാണ്. എന്തുണ്ടായാലും വിഷമമാണ്. എന്തില്ലാതായാലും നമ്മൾക്കൊക്കെ ആകെ ഉള്ളത് ധനമുണ്ടായാൽ പേടി, ധനമില്ലാതായാൽ ജോലി കിട്ടിയാൽ പേടി, പദവി ഉണ്ടായാൽ പദവിയുള്ള ആൾക്കാർ കിടപ്പോൾ ജയിലിലേക്ക് പോകണതേ. പദവി ഉണ്ടായാൽ വാസ്തവം പേടി. ഇങ്ങനെ ആൾക്കാർ വാസ്തവം എന്തുണ്ടായാലും എന്തില്ലാതായാലും നമ്മൾക്കൊക്കെ ആകെ ഉള്ളത് ഭയ. ഈ ഭയം ഇല്ലാതെ ആവണം. ഈ ഭയമാണെങ്കിൽ ഇല്ലാതെ എന്താ ചെയ്യുന്നത്? വാസ്തവം ഇവിടെ ഇഷ്ടമുള്ളതൊന്നും വരണമില്ല. ഇഷ്ടമില്ലാത്തതൊക്കെ ഈ സംസാരത്തിലെ അവസ്ഥയാണ്.
യസ്മാൽ പ്രിയ പ്രിയ വിയോഗ സയോഗ ജന്മശോകാഗ്നിന സകലയോനിഷു ദഹ്യമാന ദുഃഖൗഷധം തദപി ദുഃഖമദദ്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. ഗുരുവായൂരപ്പൻ്റെ ദാസ്യം വാസ്തവം അതാണ് വാസ്തവം. അത് LKG കഴിഞ്ഞ ആൾക്ക് LKG അല്ലെങ്കിൽ 4ാം ക്ലാസ് കഴിഞ്ഞാൽ LSS സ്കോളർഷിപ്പ് ഇല്ലേ, നമ്മളൊക്കെ നേടിയില്ലേ? എന്നാൽ ഇനി ബാക്കി ഭാഗം സപ്തമസ്കന്ധം കൊണ്ട്, എന്നാൽ ബാക്കിയുള്ള ഭാഗം അതും ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം ആദ്യത്തേതാണ്. ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം. ഈ 3 ഭാഗമാണ് സപ്തമസ്കന്ധം കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ നവമം കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ദശമം ആദ്യത്തെ ഭാഗം കഴിയുമ്പോഴേക്ക് കഴിഞ്ഞാൽ സഖ്യഭാവം ഇത് ഭഗവാൻ ഇങ്ങോട്ട് തരേണ്ടതാണ്. സഖ്യഭക്തി ദുർലഭം ആൾക്കേ ഭഗവാൻ കൊടുക്കുക. യുഎസ്എസും കൂടി കിട്ടിയിട്ട് വേണം ആ ഭക്തി ഉണ്ടാവാൻ വാസ്തവം. അത് സുധാമാവിനോ അർജുനനോ ഉദ്ധവനോ ഒക്കെ വാസ്തവം ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ. നമ്മളൊക്കെ കയറി വരണം. ഇവിടെ ഇഷ്ടമുള്ളതൊന്നും വരണില്ല, ഇഷ്ടമില്ലാത്തതൊക്കെ വരുന്നുണ്ട്. എല്ലാവരെയും ഭഗവാൻ ചെയ്യുന്നത് ശോകാഗ്നീന സകലയോനിഷു ദഹ്യമാന. എല്ലാവരെയും ഭഗവാൻ ശോകമാകുന്ന അഗ്നിയിലിട്ട് വറുക്കുക, ചീഞ്ചട്ടിയിലിട്ട് വറുക്കുക നമ്മൾ ചെയ്യണ്ടേ. അതും ദുഃഖമാണ് ഭഗവാൻ കൊടുക്കുന്നതൊക്കെ. എന്നിട്ട് ദുഃഖം തീരാ എന്താ എടുക്കുന്നത്? ദുഃഖ ഔഷധം തദപി ദുഃഖമദദ്യാം. അതിന് വേണ്ട മരുന്ന് കഴിക്കുന്നുണ്ട്. എന്താ മരുന്ന് കഴിക്കുന്നത്? അതും ദുഃഖം തന്നെയല്ലേ. അപ്പം അസുഖം മാറാൻ വേണ്ടിയിട്ട്, പനി മാറാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കുന്നത്. പനി എന്ന അസുഖം മാറാൻ വേണ്ടി ഗുളിക എന്ന അസുഖമാണ്. ചിലരൊക്കെ ഊണിക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, ചോറ് കുറച്ച് മതി കേട്ടോ, അധികം ഗുളിക ഉണ്ടാവുകൊണ്ട് ചോറ് കുറച്ച് മതിയെന്നാണ്. എന്നാൽ വാസ്തവം മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മാറുന്നുണ്ട്. അസുഖം മാറുന്നുണ്ട്. ഇവിടുന്ന് തലയൊന്നും ചുമലിക്കാവുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് കാലിലേക്കാവുന്നുണ്ട്. വന്ന ആൾക്കാരൊന്നും പോവില്ല. അസുഖമായിട്ട് വന്ന പുഞ്ചനോപാഖ്യാനം വാസ്തവം വന്ന ആൾക്കാരൊക്കെ ഈ ശരീരത്തിൻ്റെ പേര് തന്നെ രോഗമന്ദിരം എന്നാണ്. രോഗങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പം രോഗം ഇങ്ങനെ മൂർച്ഛിക്കാൻ എളുപ്പമാണ്. അത് ഗുരുവായൂരപ്പ ഇതും വാസ്തവം സുഖമാവുന്നില്ല. അവിടുത്തെ ദാസ്യ ഭക്തിയാണ് വേണ്ടതെന്നാണ്. പ്രഹ്ലാദ എത്ര ആൾക്കാർ രക്ഷിക്കാൻ ചോദിച്ചു. ആരാ ഗുരുവായൂരപ്പ ഉള്ളത്? രോഗികൾ പറയാറുണ്ട് വൈദ്യനാണ് രക്ഷ എന്ന് പറയാറുണ്ട്. കുട്ടികൾക്ക് രക്ഷ അച്ഛനമ്മമാരാണ് എന്ന് പറയാറുണ്ട് എന്നാ. രക്ഷാകർത്താക്കൾ സ്വതവേ അച്ഛനമ്മമാരല്ലേ. പക്ഷെ എനിക്ക് ബോധ്യമാണ് എന്നെ കൊല്ലാനാണ് ശ്രമിച്ചത്. രക്ഷാകർത്താവായിട്ട് ഗുരുവായൂരപ്പ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ അനുകൂലമാണെങ്കിൽ ഇതൊക്കെ രക്ഷയായിട്ട് വരുമെന്നാണ്. അല്ലെങ്കിൽ ഈശ്വരൻ പ്രതികൂലമാണെങ്കിൽ ഇതൊന്നും രക്ഷയായിട്ട് അച്ഛൻ ഉണ്ടായിട്ടും കാര്യമില്ല, അമ്മ ഉണ്ടായിട്ടും കാര്യമില്ല, ഒപ്പമുള്ള ആൾക്കാരുണ്ടായിട്ടൊന്നും വാസ്തവം കാര്യമില്ല. ഈശ്വരനെ സർവാത്മന ആശ്രയിക്കാൻ സാധിക്കണം. എങ്കിലും ഗുരുവായൂരപ്പ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടോ. അങ്ങ് ആർക്കും കൊടുക്കാത്തതാണ്. അതും ക്വാഹം രജപ്രഭവ ഈശതമോധികേസ്മിൻ ജാത സുരേതരകുലേ ക്വതവാനുകമ്പ ന ബ്രഹ്മണോ ന തു ഭവസ്യ ന വൈരമായമേർപ്പിത ശിരസി പത്മകര പ്രസാദ. അങ്ങയുടെ തൃക്കൈകൾ ബ്രഹ്മദേവൻ്റെ ശിരസിൽ വെച്ചിട്ടില്ല, ശ്രീമഹാദേവൻ്റെ ശിരസിൽ വെച്ചിട്ടില്ല, ലക്ഷ്മിക്ക് പോലും കൊടുക്കാത്തതാണ് ഈ ഉള്ളവന്. അങ്ങ് എൻ്റെ കയ്യിൽ ശിരസിൽ വെച്ചു. പക്ഷേ ഗുരുവായൂരപ്പ എനിക്ക് പറയാനുള്ളത് ഈ കൈകൾ എല്ലാവരുടെ ശിരസിനും വയ്ക്കുക. മൂഢേഷു വൈ മഹദനുഗ്രഹം ആർത്തബന്ധോ. അറിയാത്ത ആൾക്കാരെയും കൂടി എല്ലാവർക്കും നന്മ വേണം. സ്വസ്ത്യസ്തു വിശ്വസ്യ ഫലപ്രസീതത എന്ന പ്രഹ്ലാദൻ പഞ്ചമസ്കന്ധത്തിൽ ഹേ ഗുരുവായൂരപ്പ ദുഷ്ടന്മാരിൽ അങ്ങ് സന്തോഷിക്കണം. ഭക്തന്മാരിൽ പോരാന്നാ.
എല്ലാവരിലും അങ്ങ് സന്തോഷിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഭക്തൻ വേറെ ഇല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരെയും ഗുരുവായൂരപ്പ അങ്ങ് അനുഗ്രഹിക്കണം. ഈ ഇന്ദ്രിയങ്ങളൊന്നും വാസ്തവം ഇതിന് സമ്മതിക്കുന്നില്ല എന്നാണ്. ജിഹ്വൈകതോച്യുത വിഘർഷതി മാവിതൃപ്പത ശിഷ്ണോന്യതസ്വഉദരം ശ്രവണം കുതശ്ചിൽ ഘ്രാണോന്യതശ്ചാഭ്രദൃക്വച കർമ്മശക്തി ബഹ്യസപത്നൈവ ഗേഹപതിം ലുനന്തി. ഈ ഇന്ദ്രിയങ്ങളൊന്നും സമ്മതിക്കുന്നില്ല ഭഗവാനെ സേവിക്കാൻ. ഒരു 4-5 വിവാഹം കഴിച്ച പുരുഷൻ്റെ അവസ്ഥ, ഒരു ഭാര്യ അങ്ങോട്ട് പിടിച്ചു വലിക്കുക, ഒരു ഭാര്യ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുക, ഇങ്ങനെ 4 ഭാഗത്തെയും പിടിച്ചു വലിക്കുക. അല്ലാതെ കണ്ട് ഇങ്ങോട്ട് ആരെങ്കിലും പിടിച്ചു വലിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഇന്ദ്രിയം ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ടോ? വേണ്ടാത്ത വഴിക്ക് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ വേണ്ട വഴിക്ക് ഇവരൊന്നും വാസവും കൊണ്ടുപോകണില്ല ഗുരുവായൂരപ്പ. മാത്രവുമല്ല, സ്വതവേ ഋഷീശ്വരന്മാർ ദേവന്മാരും പ്രായേണ മിക്കവാറും, എല്ലാവരും പറഞ്ഞില്ല, മിക്കവാറും ആൾക്കാരൊക്കെ പ്രായേണ ദേവമുനയ സ്വവിമുക്തി കാമൗനഞ്ചരന്തി വിജനേ നപരാർത്ഥനിഷ്ഠ നൈതാൻവിഹായ കൃപണാൻ വിമുമുക്ഷയേകോ നന്യം കുതസ്യ ശരണം ഭ്രമതോനുപശ്യേ. മിക്കവാറും ദേവന്മാരും ഋഷീശ്വരന്മാരൊക്കെ, എല്ലാവരും പറഞ്ഞില്ല. ഞാൻ തൻ്റെ ഗുരുനാഥൻ നാരദ മഹർഷിയാണ്. നാരദ മഹർഷി സദാസമയത്തും താൻ നാമം ജപിക്കാൻ മറന്നുപോയാലും മഹതി എന്ന വീണ ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ്. നാമം ജപിക്കും തോറും ആഹൂത യുവമേ ശീഘ്രം. ശ്രീഹരിയെ കാണൂ. രാമനാമം ജപിച്ചാൽ ശ്രീരാമനാണ് വരുന്നത്. കൃഷ്ണനാമം ജപിച്ചാൽ ഭഗവാൻ ഓടക്കൊള്ളും വിളിച്ചാണ്. ശിവനാമം ജപിച്ചാൽ ദേവിയോട് കൂടിയാണ് മഹാദേവൻ. ഇങ്ങനെ നാമം ജപിക്കും തോറും നാമിയെ കാണാൻ സാധിച്ച അഹോ ദേവരിഷ്യർ ധന്യോയം. ധന്യനാരാന്ന് ചോദിച്ചാൽ നാരദമഹർഷിയ. ഇനി ഈ ധന്യത ദശമസ്കന്ധമായാൽ അനവധി ധന്യന്മാരെ കാണിച്ചു വരും. അനവധി ധന്യന്മാരെ, അതും മധുരാലീലകളാണ് വർണ്ണിക്കുമ്പോൾ വട്ടേരിപ്പാട് അവിടെ പറയുന്നത് ഗുരുവായൂരപ്പ. ചിലർ പറയാറുണ്ട് കേട്ടോ, യശോദയാണ് ഭാഗ്യവതി എന്ന്. അല്ല അല്ല അല്ലേ. എന്നാ നന്ദഗോപരാവും അല്ല. ലേ ഗോപി ഗോപന്മാരാവും അല്ല. പിന്നെ ആരാന്ന് ചോദിച്ചാൽ ഈ മധുരാപട്ടണം കാണാൻ വേണ്ടി ഭഗവാൻ നടക്കണില്ലേ? ഇത് കാണാൻ സാധിക്കും നമ്മളാണ്. ഭാഗ്യവാന്മാരാരാന്ന് ചോദിച്ചാൽ ഈ വേദിയിൽ ഈ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ സാധിച്ച യൂയന്ത്രലോകേ ഭൂരിഭാഗ നമ്മളാണ് വാസ്തവം ഭാഗ്യവാന്മാർ. പിന്നെ ഈ ഭൗതിക സുഖം എന്നൊക്കെ വിചാരിച്ച് വാസ്തവം എത്തുക ദുഃഖത്തിലാണ്. സുഖം എന്ന് വിചാരിക്കുന്ന കർമ്മങ്ങളൊക്കെ എത്തുക യന്മൈഥുനാദി ഗൃഹമേജി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം തൃപ്യന്തി നേഹ കൃപണ ബഹുദുഃഖഭാജ കണ്ടൂതിവൻ മനസിജം വിഷഹേതധീര. സുഖാണ് ധരിച്ച ഓരോരോ കർമ്മത്തിന് പോവുക. അതൊന്നും കിട്ടുന്ന എന്താന്ന് ചോദിച്ചാൽ ദുഃഖമാണ്. എങ്ങനെ ചോദിച്ചാൽ കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം. കാലിൽ ചൊറിയുണ്ടാവുമ്പം, നഖം കൊണ്ട് ചൊറിയുമ്പം സുഖോ ദുഃഖോ? ആദ്യം സുഖമാണ് തോന്നും ഇല്ലേ? കുറച്ച് കഴിഞ്ഞ് കൊത്തു പോയാൽ എറിഞ്ഞാൽ കാണാം അതിൻ്റെ വിഷമം ഇല്ലേ? സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്ത് അവസാനം എത്തുന്നത് തൃതീയ സ്കന്ധം വർണ്ണിച്ചാവാസം സുഖായ കർമാണി കരോതി ലോകോ നൈ സുഖം വാന്യതു പാരമം വാ വിന്ദേത ഭൂയസ്തത ഏവ ദുഃഖം. സുഖത്തിന് വേണ്ടിയാണ് ചൊറിയുന്നതെങ്കിലും ഇപ്പം ഉണ്ടാവുന്നത്. ഇതാണ് വാസ്തവം. സുഖം ധരിക്കുന്ന വസ്തുക്കളൊക്കെ ഈശ്വരനെ ആശ്രയിച്ചാലേ സുഖസ്വരൂപി ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനെ മറന്ന് വിഷയത്തേക്ക് പോകുമ്പോഴാണ് ഈ ദുഃഖം വാസ്തവം ഉണ്ടാവുന്നത്. അപ്പോൾ ഈശ്വരനെ ആശ്രയിക്കാൻ സാധിക്കണം.
അതെങ്ങനെ ഭഗവാൻ ആശ്രയിക്കാൻ സാധിക്കും ചോദിച്ചാൽ ഭഗവാന്റെ കഥകൾ കേൾക്കുക. മൗനൗരതശ്രുതബോധ്യയന സ്വധർമ്മ വ്യാഖ്യാരഹോ ജപസമാധയ അപവർഗ്യ പ്രായം പരം പുരുഷത്തെ സുജിതേന്ദ്രിയാണം വാർത്താഭവന്യുത നവാപ്രദുതാംഭികാരം. കുറച്ച് ശീലിക്കേണ്ടത് വാസ്തവം, കുറച്ച് കർമ്മം നമ്മൾ ശീലിക്കണം. ആദ്യം ചെയ്യേണ്ടത് മൗനം ശീലിക്കുക. മൗനം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക എന്നല്ല, ആവശ്യമുള്ളത് പറയലാണ്. പണ്ടൊരു ആചാര്യൻ ഉണ്ടായിരുന്നു, ഭാഗവത ആചാര്യൻ. അദ്ദേഹം സപ്താഹത്തിന് പോവും, മൂലം വായിക്കും, അർത്ഥം പറയും. ഏകാദശിക്ക് മൗനാണേനും. ഏകാദശിക്കും അദ്ദേഹം വായിക്കും, അർത്ഥം പറയും, മൗനം വീക്ഷിക്കുകയാണ്. എങ്ങനെ രണ്ടും കൂടി? ആവശ്യമുള്ളത് പറയാം, ആവശ്യമില്ലാത്ത കാര്യം. ഇതാണ് വാസ്തവം. മൗനം ശീലിക്കണം. ഈ വാക്കാണ് വാസ്തവം. വേണ്ടാത്തൊക്കെ ഉണ്ടാക്കുന്നത്. വാക്കിനെ ഒതുക്കാൻ സാധിച്ചാൽ മറ്റൊക്കെ പിന്നാലെ മുമ്പേ ഗമിച്ചിടിന ഗോഹൂതൻ്റെ ബിംബേ ഗമിക്കും. മറ്റു ആൾക്കാരൊക്കെ പിന്നാലെ വന്നോളും. നാവിനെ ജയിക്കാൻ സാധിച്ചാൽ ജിഹ്വോപസ്ഥജയോ ധൃതി ഏകാദശസ്കന്ധം. ജിഹ്വത്തെയും ഉപസ്ഥത്തെയും ജയിക്കലാണ് ധൃതി എന്ന് പറയുന്നുണ്ട്. അത് ഉപസ്ഥത്തെ പിന്നെയും ജയിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാലും ജിഹ്വയെ ജയിക്കാൻ വയ്യാണ്ടായി കഴിഞ്ഞാലും തൻ്റെ പഴയ വീര്യങ്ങളാണ്. അത്രമാത്രമിരിക്കുന്ന നേരത്തും കീർത്തിച്ചിടുന്നതില്ല. ഇനി കുറച്ച് നാമം ജപിക്കാൻ തോന്നണ്ടേ? എളുപ്പമല്ല ഈ നാമം ജപം. കുട്ടിക്കാലത്തെ ശീലിച്ചാലേ പറ്റുള്ളൂ. ഭഗവാനെ കീർത്തിച്ച് ഭഗവാനെ സ്മരിച്ച് തൽത്തേരിഹത്തമ നാമസ്തുതി കർമ്മപൂജ കർമ്മസ്മൃതിശ്ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനീതിക്ഷടങ്കയാ കിം ഭക്തിഞ്ജന പരമഹംസഗതൗ ലഭേദ. ചെയ്യേണ്ട പ്രവൃത്തി നാമ ശ്രീ ഗുരുവായൂരപ്പനെ അവസരം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഭഗവാനെ നമസ്കരിച്ച് ഭാഗവതം കേൾക്കുക. എണീറ്റ് പോകുമ്പോഴും നമസ്കരിച്ച്. അപ്പം ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് ഇല്ലേ? അവിടെ അമ്പലത്തിൽ തടപ്പള്ളിയുടെ മോളെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിശ്ചയിക്കാം. ഇങ്ങനെ പോവാതെ ഇങ്ങനെ പോയാൽ പ്രദക്ഷിണായി ഇല്ലേ? ഇങ്ങനെ പോയാലോ അപ്രദക്ഷിണായി, ഇങ്ങനെ പോയാൽ പ്രദക്ഷിണായി. ഇങ്ങനെ ശീലമാക്കണം വാസ്തവം. അതുപോലെ ഭഗവാനെ സ്തുതിക്കുക, ഭഗവൻ സന്തോഷമായ കർമ്മങ്ങൾ ചെയ്യുക. ഭഗവാന്റെ ലീലകളൊക്കെ വാസ്തവം കാണിക്കുന്നത് അവിടെ വൃന്ദാവനവാസികളെ തൻ്റെ ലീലകളെ കൊണ്ട്, അമ്പാടി ലീലകളെ കൊണ്ട് ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ചു. എന്നോട് കൂടി അത്യത്ഭുതമായ ലീലകൾ ഭഗവാൻ ആടി, ഭഗവാൻ അവരെ സന്തോഷിപ്പിച്ചു. നമുക്ക് ഉപദേശം അത് 8-ാം അധ്യായത്തിൽ. അപ്പം നമ്മളെന്ത് ചെയ്യണം ചോദിച്ചാൽ നമ്മളെ കർമ്മങ്ങളെ കൊണ്ട് ഗുരുവായൂരപ്പൻ സന്തോഷിക്കാൻ പറ്റിയ കർമ്മമാവണം ചെയ്യുന്നത്. നമസ്തുതി കർമ്മപൂജ. ശ്രീ ഗുരുവായൂരപ്പനെ പൂജിക്കുക. വായിക്കണ മാതിരി ഓരോരുത്തർക്കും പൂജ ഓരോ സമ്പ്രദായമാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല. ഇങ്ങനെ അവനവന് വിധിച്ച സമ്പ്രദായ പ്രകാരം. ഇപ്പോൾ ചിലർക്ക് മാല കെട്ടിയാൽ, നല്ല മാല കെട്ടി ഭഗവാൻ സമർപ്പിച്ചാൽ പൂജ കഴിച്ച ഫലമായി. ചിലർക്ക് പൂജാപാത്രം മേറി വെച്ചാൽ മതി, ചിലർക്ക് നിവേദ്യം ഉണ്ടാക്കാം, ചിലർക്ക് പൂജ കഴിക്കാം. എങ്ങനെയാണോ വിധിച്ചാൽ അതുപോലെ കർമ്മം ചെയ്ത് ഗുരുവായൂരപ്പ സന്തോഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഭഗവൻ സന്തോഷമാകുന്ന കർമ്മങ്ങൾ കർമ്മസ്മൃതിശ്ചരണയോ. ഭഗവാന്റെ പാദത്തെ സ്മരിക്കുക. ഇതൊക്കെ നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ശ്രവണം കഥായാം. ഭഗവാന്റെ കഥകൾ. ചിലരൊക്കെ പറയാറുണ്ട് കഥയൊന്നും പറയണ്ട, വേണ്ടാത്ത വഴിക്ക് തത്വമൊക്കെ പറഞ്ഞു പോയാൽ മതിയെന്ന്. പല ആൾക്കാരും ഒക്കെ മനസ്സിലാക്കി ധരിച്ചിട്ടാണ് ഇനി കഥ പറയണ്ട എന്നാണ് ഒക്കെ മനസ്സിലാക്കിയെന്ന് ആ ഭാഗവതം പറയുന്നത്. ഇതാർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ എന്നാണ്. പരമഹംസ സംഹിതയെയാണ് ഭാഗവതം. പിന്നെ വേദത്തിനും ഭാഗവതത്തിനും സംഹിത എന്നാണ്. ഇതും വേദത്തിൻ്റെ സാരാണ്. വേദം ആർക്കും മനസ്സിലാവാഞ്ഞിട്ടാണ്
വേദത്തിൽ പറഞ്ഞു തന്നെയാണ് വാസ്തവത്തെങ്കിലും വേദം ആർക്കും മനസ്സിലാവണമെന്നല്ല, അതിന് വ്യാഖ്യാനമൊന്നുമില്ല. ഉള്ള വ്യാഖ്യാനമൊന്നും ശരിയല്ല എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ഉള്ള വ്യാഖ്യാനമൊന്നും വാസ്തവം. ഞാൻ ഒരിക്കൽ പോയപ്പോൾ വേദത്തിലെ വ്യാഖ്യാനം പുസ്തകം കണ്ട് ഞാൻ വാങ്ങി നോക്കിയപ്പം ഞാൻ പറഞ്ഞു ഇതിൽ മുഴുവൻ ഇല്ലയെന്നുള്ളൂ, ഇതിൽ മുഴുവൻ ഇല്ലയെന്നുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എൻ്റെ പുസ്തകം ഞാൻ കാണിച്ചു തരാമെന്ന്. സംഹിത മുഴുവൻ അതിലില്ല. അങ്ങനെ ആയാൽ അതും ശരിയായിട്ടല്ല കൊടുക്കുന്നത്. വേദത്തിൻ്റെ വ്യാഖ്യാനമൊന്നും ഭഗവാൻ പറഞ്ഞ വേദം ആർക്കും മനസ്സിലാവുന്നതല്ല. അപ്പോൾ ആ വേദത്തെ കഥാരൂപത്തിലാണ് വ്യാസൻ വർണ്ണിച്ചത്. അപ്പോൾ ആ ഭഗവാനെ ആശ്രയിക്കാൻ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ പറ്റിയ മാർഗം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥകൾ ശ്രവണം. കഥായാം കഥ കേട്ട് ഭക്തിഞ്ജന പരമഹംസഗതൗ ലഭേദ പരാഭക്തിയെ നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോഴാ ഭഗവാൻ സന്തോഷായി. പ്രഹ്ലാദ ഭദ്രം തേ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ, എന്ത് 2 പ്രാവശ്യം? ഭദ്രം തേ. ഇഷ്ടമുള്ള ആൾക്കാർ ചിലപ്പോൾ ഗൃഹത്തിക്കൊക്കെ വരുമ്പം നമ്മൾ വരൂ എന്നൊക്കെ പറയും. ഈ 4 പ്രാവശ്യം പറയണോ? വേണോ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പറയാം. അദ്ദേഹത്തിന് കാത് കേൾക്കാനൊന്നും ഉണ്ടാവില്ലവോ? നമ്മളെ ഇഷ്ടം കാണിച്ചാൽ വരൂ എന്ന്. ഇവിടാണ് വട്ടേരിക്കാട് ഭക്തപ്രിയ എന്ന് വിളിച്ചാൽ പോരാ. സർവവിരിഞ്ചവാസവമുഖ. അവരൊന്നും സ്തുതിച്ച് സന്തോഷമായില്ലെങ്കിൽ അങ്ങ് പ്രഹ്ലാദപ്രിയ ഹേ മരുൽപുരപദേ, പ്രഹ്ലാദപ്രിയൻ തന്നെയാണ് എന്ന ഭാവത്തിൽ പ്രഹ്ലാദ എന്തെങ്കിലും ചോദിക്കുന്ന ഭഗവാന് ഒന്നും വേണ്ടാന്നാ. നിനക്ക് വേണ്ടാന്ന് എനിക്കറിയാം, എനിക്ക് തരണമെന്നുണ്ടേ. ഏവം പ്രലോഭ്യമാനോഭി വരയർലോക പ്രലോഭനൈകാന്തിത്വാത് ഭഗവതി നൈക്ഷൽ. താൻ അസുരോത്തമനായ പ്രഹ്ലാദൻ ഭഗവാൻ ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടും ഏകാശസ്കന്ധമുണ്ട്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണി. ഒരു വൈരുമില്ലാതെ ഒരപേക്ഷയില്ലാതെ കണ്ട് എന്നെ സേവിക്കണ ഭക്തൻ്റെ പിന്നാലെ ഞാൻ പോവാന്നാ. അപ്പം എന്തെങ്കിലും പ്രഹ്ലാദൻ ചോദിച്ചാൽ ഭഗവാൻ കൊടുത്താൽ ഞാൻ അവിടുത്തെ സേവിച്ചത് ഒന്നും കിട്ടാനല്ല എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ ആ ഭക്തിയെ ചോദിക്കുന്ന ഭാഗം നമുക്ക് ചായ കഴിഞ്ഞിട്ട് ആരംഭിക്കാം. കുറച്ച് നേരം പറയാൻ പറഞ്ഞു, 5 മിനിറ്റ് അധികം എടുത്തു. സജ്ജനങ്ങൾ ക്ഷമിക്കുക. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.